ഡിയർ ഫ്രണ്ട്സ്, IMDb റേറ്റിംഗ് 10ൽ 8.9 ലഭിച്ച അടിപൊളി ക്രൈം ത്രില്ലർ സീരീസാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. സീരീസിന്റെ പേര് ട്രൂ ഡിറ്റക്റ്റീവ് എന്നാണ്. ട്രൂ ഡിറ്റക്റ്റീവിനെ സംബന്ധിച്ചിടത്തോളം ഓരോ സീസണും ഓരോ കഥയാണ്. മറ്റു സീരീസുകൾ പോലെ വലിച്ചുനീട്ടലുകളൊന്നുമില്ലാതെ അടിപൊളി 8 എപ്പിസോഡുകൾ കൊണ്ട് ആദ്യത്തെ സീസൺ അവസാനിപ്പിച്ചിരിക്കുകയാണ്. അതും കിടിലൻ ക്ലൈമാക്സോടുകൂടി. ഇതിന്റെ വൺ ലൈൻ എന്തെന്നാൽ, ഒരു വിചിത്രമായ കൊലപാതകം നടക്കുന്നു. ഒരുതരം പ്രാചീനാചാരം പോലെ. ഈ കൊലപാതകത്തിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്താനായി 2 ഡിറ്റക്റ്റീവ്സ് നടത്തുന്ന ഒരു സൂപ്പർ ഇൻവെസ്റ്റിഗേഷൻ. 17 വർഷമായിട്ടും ഈ കേസ് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ അവർ അത് തെളിയിച്ചോ ഇല്ലയോ എന്നതാണ് മുഴുവൻ കഥയും. ഈ കഥയിലെ കഥാപാത്രങ്ങളും അവർ കടന്നുപോകുന്ന നിമിഷങ്ങളും നിങ്ങളുടെ മനസ്സിൽ കുറച്ചുനാളെങ്കിലും തങ്ങി നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന പ്രതീക്ഷയോടെ വൺസ് അഗെയിൻ വെൽക്കം ടു ഫിലിം ടെല്ലർ. സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ പിന്തുണയും സ്നേഹവും നൽകുമല്ലോ. അപ്പോൾ സമയം കളയാതെ നേരെ ട്രൂ ഡിറ്റക്റ്റീവ് സീസൺ 1 കഥയിലേക്ക് പോകാം. കഥയുടെ തുടക്കത്തിൽ 2012 ഒരു ഡിറ്റക്റ്റീവിനെ വേറെ കുറച്ച് ഉദ്യോഗസ്ഥർ ചേർന്ന് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഡിറ്റക്റ്റീവിന്റെ പേര് മാർട്ടിൻ. അദ്ദേഹത്തോട് 17 വർഷം മുമ്പ് അയാൾ അന്വേഷിച്ച ഒരു കേസിനെ കുറിച്ച് പറയാൻ ആ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്നു. ആ കേസിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ അന്ന് ആ കേസിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു ഡിറ്റക്റ്റീവിനെ കുറിച്ച് പറയാനും ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ മാർട്ടിൻ പറയുന്നു, നമ്മുടെ മാതാപിതാക്കൾ ആരാണെന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ല. ഏതാണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് കിട്ടുന്ന പാർട്ട്നേഴ്സ് ആരാണെന്നുള്ള കാര്യവും. നിങ്ങൾ ചോദിച്ച എൻ്റെ ആ പാർട്ട്ണറുടെ പേര് കോൾ എന്നാണ്. അവനൊരു ഒന്നൊന്നര പാർട്ട്ണർ തന്നെയായിരുന്നു. അവനെ ചെറുതായെങ്കിലും ഒന്ന് മനസ്സിലാക്കിയെടുക്കാൻ തന്നെ എനിക്ക് 3 മാസം വേണ്ടി വന്നു. അവനധികം സംസാരിക്കില്ലായിരുന്നു. ശരി, നിങ്ങൾക്ക് ഈ കേസിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയേണ്ടതെന്ന് പറഞ്ഞ് മാർട്ടിൻ ആ കേസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുകയാണ്. ശേഷം ഇതുപോലെ തന്നെ ഈ ഉദ്യോഗസ്ഥൻ മാർട്ടിന്റെ പാർട്ട്ണറായ കോളിനെയും ചോദ്യം ചെയ്യുന്നു. കോൾ ഇപ്പോൾ മീശയൊക്കെ വെച്ച് വേറൊരു ലുക്കിലാണ്. കാരണം 17 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ആ കേസ് നടന്നിട്ട്. വന്ന ഉദ്യോഗസ്ഥൻ വീണ്ടും ആ കേസിനെ കുറിച്ച് തന്നെയാണ് കോളിനോടും ചോദിക്കുന്നത്. കോൾ 17 വർഷം മുമ്പ്, അതായത് 1995 നടന്ന ഒരു കേസിനെ കുറിച്ച് പറയാൻ തുടങ്ങുന്നു. 1995 കാലഘട്ടം. മാർട്ടിനും അദ്ദേഹത്തിന്റെ പങ്കാളിയായ കോളും ഒരുമിച്ച് ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 3 മാസമായി. ഇന്നൊരു കേസുണ്ടെന്ന് പറഞ്ഞ് അവർ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരു കരിമ്പിൻ തോട്ടത്തിൽ ഒരു മരത്തിന് താഴെ ഒരു സ്ത്രീയെ കൊന്നിട്ടിരിക്കുന്നു. ആ സ്ത്രീയുടെ ശരീരത്തിൽ വസ്ത്രമില്ല. കൂടാതെ ആ സ്ത്രീയുടെ തലയിൽ മാനിന്റെ കൊമ്പുകൾ വെച്ചിട്ടുണ്ട്. ഏതോ മരത്തിന്റെ വേരുകൾ ഉപയോഗിച്ച് ഒരുതരം ആചാരം പോലെ ചെയ്തിരിക്കുന്നു. ആ സ്ത്രീയുടെ ശരീരത്തിലും ഒരുപാട് ചിഹ്നങ്ങളുണ്ട്. അവിടെ കണ്ടതൊക്കെ കോൾ അപ്പോൾ തന്നെ തന്റെ ബുക്കിൽ ഒരു പടം പോലെ വരച്ചു വയ്ക്കുന്നു. ഈ കോൾ എങ്ങനെയുള്ള ആളാണെന്ന് വെച്ചാൽ, ഒരുപാട് ചിന്തിക്കുന്ന വളരെ ശാന്തനായ ഒരാളാണ്. കൂടാതെ ഒരുപാട് വർഷങ്ങളായി ഒരു ഗ്യാങ്ങിൽ അണ്ടർ കവർ ഏജന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. ശരിക്കും ഉറങ്ങാറില്ല. അതുകൊണ്ട് പലതരം ഇല്യൂഷൻസ് അദ്ദേഹത്തിന് വരാറുണ്ട്. എന്നാൽ മാർട്ടിൻ ഒരു സാധാരണ ഡിറ്റക്റ്റീവാണ്. മാർട്ടിനൊരു ഭാര്യയും 2 കുട്ടികളുമുണ്ട്. ഈ കേസിനെ കുറിച്ച് മാർട്ടിന് യാതൊരു ധാരണയുമില്ല. എന്നാൽ കോള് പറയുന്നത് ഇതൊരു കൊലപാതകമാണെന്നതിലുപരി ഒരു ആചാരമാണെന്നും ഇത് ചെയ്ത കൊലയാളി തീർച്ചയായും ഇനിയും ഇത് ചെയ്യാൻ സാധ്യതയുണ്ടെന്നും അതിനു മുമ്പ് അവനെ തടയണമെന്നുമാണ്. അങ്ങനെ ആ കൊലപാതകം ചെയ്തത് ആരാണെന്ന് കണ്ടെത്താനുള്ള ശ്രമം അവർ അവിടെ ആരംഭിക്കുകയാണ്. ആദ്യത്തെ ജോലി മരിച്ച ആ സ്ത്രീ ആരാണെന്ന് കണ്ടെത്തുക എന്നതായിരുന്നു. ആ സ്ത്രീ ഒരു വേശ്യാവൃത്തി നടത്തുന്ന സ്ത്രീയായിരുന്നു. അതുകൊണ്ട് കോൾ വേശ്യാവൃത്തി നടക്കുന്ന ക്ലബ്ബിൽ പോയി ആ സ്ത്രീയെക്കുറിച്ചുള്ള വിവരങ്ങൾ അവിടെയുള്ള മറ്റ് പ്രോസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് ചോദിച്ചു മനസ്സിലാക്കുന്നു. മാർട്ടിൻ ആ കേസിൽ അത്രയധികം ഇടപെടുന്നില്ലെങ്കിലും ആ കേസിനെക്കുറിച്ച് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. സോഫയിലിരുന്ന് അദ്ദേഹം ഉറങ്ങിപ്പോകുന്നു. ഭാര്യയാണ് വന്ന് എഴുന്നേൽപ്പിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ഓഫീസിലേക്ക് പോകുന്നു. അവിടെ കോൾ ഇതിനകം ആ സ്ത്രീയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ശേഖരിച്ചു വെച്ചിരുന്നു. അടുത്തതായി അവർ മരിച്ച സ്ത്രീയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാണാനായി പോകുന്നു. അവിടെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറയുന്നു, ഈ സ്ത്രീയുടെ ശരീരം മുഴുവൻ പരിശോധിച്ചു. ഒരു ഫിംഗർ പ്രിന്റ് പോലും ലഭിച്ചില്ല. ആ സ്ത്രീയുടെ ശരീരത്തിൽ മാത്രമല്ല, അവിടെ നിന്ന് കണ്ടെത്തിയ ഒരു വസ്തുവിലും ഫിംഗർ പ്രിന്റ്സ് ഉണ്ടായിരുന്നില്ല. കൂടാതെ മരിക്കുന്നതിന് മുമ്പ് ഈ സ്ത്രീ ഉയർന്ന അളവിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നും പറയുന്നു. അതിനുശേഷം കോളും മാർട്ടിനും ആ സ്ത്രീയുടെ പേരും വിലാസവും വെച്ച് ആ സ്ഥലത്തേക്ക് പോകുന്നു. അവിടെയുള്ള ഒരു പ്രായമായ സ്ത്രീയിലൂടെ ആ പെൺകുട്ടിയെ ഒരുപാട് നാളുകൾക്ക് മുമ്പേ കാണാതായതാണെന്ന വിവരം ലഭിക്കുന്നു. ആ പ്രദേശത്തുള്ള ഒരു പള്ളിയിലെ അച്ഛനോട് അവളെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിനൊന്നും അറിയില്ല എന്ന് പറയുന്നു. ഉടനെ നമ്മുടെ കോൾ ആ സ്ത്രീയുടെ ശരീരത്തിൽ വരച്ചിരുന്ന ആ ചിഹ്നങ്ങളും കാണിക്കുന്നു. അതോടൊപ്പം മരത്തിന്റെ വേര് കൊണ്ടുണ്ടാക്കിയ ഒരു വിചിത്രമായ വസ്തുവും കാണിച്ചപ്പോൾ അത് കണ്ട ഉടനെ അച്ഛൻ പറയുന്നു, സാത്താനെ ആരാധിക്കുന്നവരാണ് ഇതെല്ലാം ഉപയോഗിക്കുന്നത്.
അതും പ്രധാനമായും സാത്താനെ വരുത്താനായിട്ടാണ് ഇതുപോലെയുള്ള കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ കോള് വിചാരിച്ചതുപോലെ ഇതൊരു ദുരാചാരവുമായി ബന്ധപ്പെട്ട ഒരു കൊലപാതകമാണെന്ന് വ്യക്തമാകുന്നു. പിന്നീട് അതേ നാട്ടിൽ ഒരു പോലീസ് സ്റ്റേഷനുണ്ട്. അവിടുത്തെ ഒരു ഇൻസ്പെക്ടറുടെ അടുത്ത് പോയി ഇതുപോലെ ഒരു പെൺകുട്ടിയെ കാണാതായിട്ട് എന്തുകൊണ്ട് ഒരു നടപടിയും എടുത്തില്ല എന്ന് ചോദിക്കുമ്പോഴാണ് കാണാതായ ആ പെൺകുട്ടിയുടെ അമ്മ തന്നെ വന്ന് ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞുവെന്നും ആ കേസ് ഞങ്ങൾ ക്ലോസ് ചെയ്തുവെന്നും ഇൻസ്പെക്ടർ പറയുന്നു. ശരി, ഓക്കെ എന്ന് പറഞ്ഞ് അവിടെ നിന്നും അവർ പോകുന്നു. മാർട്ടിൻ തന്റെ പങ്കാളിയായ കോളിനെ അത്താഴത്തിന് വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. കാരണം അവർ രണ്ടുപേരും 3 മാസമായി ഒരുമിച്ച് ജോലി ചെയ്യുന്നുണ്ടെങ്കിലും പരസ്പരം ഒട്ടും മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഈ അത്താഴ വിരുന്നിലൂടെ അവർക്കിടയിലുള്ള സൗഹൃദം വർദ്ധിക്കുമെന്ന് കരുതിയാണ് മാർട്ടിൻ ക്ഷണിക്കുന്നത്. എന്നാൽ നമ്മുടെ കോൾ ആ സമയത്ത് നന്നായി മദ്യപിച്ചിരുന്നു. ആ മദ്യലഹരിയിൽ തന്നെ അത്താഴ വിരുന്നിൽ പങ്കെടുക്കുകയും ഭക്ഷണം കഴിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. മാർട്ടിന്റെ കുട്ടികളൊക്കെ അയ്യോ, ഈ അങ്കിൾ മദ്യപിച്ചാണല്ലോ വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു ചിരിക്കുന്നു. അപ്പോഴാണ് മാർട്ടിന്റെ ഭാര്യ വന്ന കോളിനോട് വിവാഹം കഴിഞ്ഞതാണോ എന്ന് ചോദിക്കുന്നത്. അതിനദ്ദേഹം അതൊക്കെ പണ്ടേ കഴിഞ്ഞു. എനിക്കൊരു സുന്ദരിയായ മകളും ഉണ്ടായിരുന്നു. പക്ഷെ അവൾ മരിച്ചുപോയി. അതുമൂലം ഞാനും എൻ്റെ ഭാര്യയും വേർപിരിഞ്ഞു എന്ന് പറയുന്നു. മാർട്ടിന്റെ ഭാര്യ വെറുതെ ചോദിച്ചതാണ്. പക്ഷേ അദ്ദേഹം എല്ലാം തുറന്നു പറയുന്നു. എന്നാൽ മാർട്ടിൻ ചോദിച്ചിട്ടൊന്നും അദ്ദേഹം ഒന്നും പറഞ്ഞിരുന്നില്ല. ഒരുപക്ഷെ മദ്യപിച്ചതുകൊണ്ട് അറിയാതെ പറഞ്ഞു പോയതാവാമെന്ന് മാർട്ടിൻ ചിന്തിക്കുന്നു. അടുത്ത ദിവസം അവർ മരിച്ച പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോകുന്നു. കോൾ ആ വീടിന്റെ പിൻഭാഗത്തുള്ള ഒരു മുറി പരിശോധിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവുന്നു. അത് മാർട്ടിനോടും പറയുന്നുണ്ട്. നോക്കുമ്പോൾ ആ പെൺകുട്ടി മരിച്ചു കിടക്കുമ്പോൾ ഉണ്ടായിരുന്ന മരത്തിന്റെ വേരുകൾ കൊണ്ട് ഉണ്ടാക്കിയതുപോലത്തെ അതേ സാധനം അവിടെയുമുണ്ട്. ഉടനെ അവരത് സുരക്ഷിതമായി എടുത്തു വയ്ക്കുന്നു. ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളെല്ലാം 2012 നമ്മുടെ മാർട്ടിനും കോളും വെവ്വേറെയായി 2 ഡിറ്റക്റ്റീവുകളോട് പറയുന്നു. ഉടനെ ആ ഡിറ്റക്റ്റീവ്സ് കോളിനൊരു ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നു. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തോർമ്മ വരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. ആ ഫോട്ടോയിൽ ഒരു പെൺകുട്ടിയെ വസ്ത്രമില്ലാതെ കൊന്ന് കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നു. ഇത് കാണുന്ന കോൾ ഞങ്ങളുടെ കേസിൽ മരിച്ച പെൺകുട്ടിയെ പോലെ തന്നെയാണ് ഇവളും മരിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ആ കൊലയാളി ആ കാലഘട്ടത്തിൽ തന്നെ കൊന്നതായിരിക്കാമെന്ന് പറയുന്നു. അപ്പോഴാണ് ആ ഡിറ്റക്റ്റീവ്സ് പറയുന്നത്, നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്നത് അന്ന് നടന്ന കൊലപാതകമല്ല, ഇത് അടുത്തിടെ നടന്നതാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അതേ കൊലയാളി തന്നെയാണ് ഇപ്പോഴും കൊലപാതകം ചെയ്തിരിക്കുന്നത് എന്നവർ പറയുന്നു. ബട്ട് കോളിനൊന്നും മനസ്സിലാകാതെ, പക്ഷേ ആ കൊലയാളിയെ അന്ന് തന്നെ ഞങ്ങൾ പിടിച്ചതല്ലേ എന്ന് കോൾ അവരോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ വന്ന ഉദ്യോഗസ്ഥൻ പറയുന്നു, എന്തോ ഒരു കുഴപ്പം സംഭവിച്ചിരിക്കുന്നു. ചിലപ്പോൾ യഥാർത്ഥ പ്രതി ആയിരിക്കില്ല അന്ന് പിടിക്കപ്പെട്ടത്. യഥാർത്ഥ പ്രതി ഇപ്പോഴും പുറത്ത് കറങ്ങി നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ പഴയ മോഡലിൽ തന്നെ വീണ്ടും ഒരു കൊലപാതകം നടന്നിരിക്കുന്നത്. ഇപ്പോൾ റീസെന്റായി നടന്ന കൊലപാതകം അന്വേഷിക്കുന്ന കൂട്ടത്തിലാണ് അതേ രീതിയിൽ നടന്ന 1995 നിങ്ങൾ അന്വേഷിച്ചു കണ്ടുപിടിച്ച ആ കൊലപാതകത്തിന്റെ ഡീറ്റെയിൽസും കണ്ടെത്തിയത്. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ നിങ്ങളെ വീണ്ടും കാണാൻ വന്നത്. എന്തെങ്കിലും കൂടുതൽ വിവരം ലഭിക്കുമോ എന്നറിയാനാണ് നിങ്ങളോട് കാര്യങ്ങളെല്ലാം തിരക്കുന്നതെന്ന് ഉദ്യോഗസ്ഥർ കോളിനോടും മാർട്ടിനോടുമായി പറയുന്നു. കാരണം 2 കൊലപാതകങ്ങളും നടത്തിയത് ഒരേ കൊലയാളിയാണ്. ആ കൊലയാളി പുറത്തു തന്നെയുണ്ട്. അങ്ങനെ കഥ വീണ്ടും ഭൂതകാലത്തിലേക്ക് പോകുന്നു. നമ്മുടെ കോളും മാർട്ടിനും ആ വേര് പോലെയുള്ള ഒരു സാധനം എടുത്തിരുന്നല്ലോ. മരിച്ച പെൺകുട്ടിയുടെ അമ്മയുടെ വീട്ടിൽ നിന്നായിരുന്നു അതെടുത്തത്. ആ അമ്മയോട് അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അവർക്കറിയില്ലെന്ന് പറയുന്നു. മകളെക്കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിക്കുകയാണ്. പക്ഷേ മകളെക്കുറിച്ചും അവർക്കധികം കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. തന്റെ മകൾ എന്നെ വല്ലപ്പോഴും മാത്രമേ കാണാൻ വരാറുണ്ടായിരുന്നുള്ളൂ. പക്ഷെ വരുമ്പോഴൊക്കെ ഒരു പള്ളിയെക്കുറിച്ചാണ് പറയാറുള്ളത്. ആ പള്ളിയിൽ അവൾ സ്ഥിരമായി പോകാറുണ്ടായിരുന്നുവെന്ന് ആ അമ്മ അവരോട് പറയുന്നുണ്ട്. ശരി, ആ പള്ളി എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അത് ശരിക്കും അവർക്ക് അറിയില്ല എന്ന് അവർ പറഞ്ഞു. അടുത്തതായി മരിച്ച പെൺകുട്ടിയുടെ ഒരു സുഹൃത്തിനോട് പോയി കാര്യങ്ങൾ തിരക്കുന്നുണ്ട്. അവർക്കും കാര്യമായി ഒന്നും അറിയില്ലായിരുന്നു. പക്ഷെ അവളും ആ പെൺകുട്ടി സ്ഥിരമായി പള്ളിയിൽ പോകാറുണ്ടെന്ന് തന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. ആ കൂട്ടുകാരിക്കും ആ പള്ളി എവിടെയാണെന്ന് അറിയില്ലായിരുന്നു. അങ്ങനെ അന്നത്തെ അന്വേഷണം കഴിഞ്ഞ് മാർട്ടിൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകുന്നു. ഡോറ് തുറന്ന് ഒരു സ്ത്രീ മാർട്ടിനെ സ്വീകരിക്കുന്നു. പക്ഷേ അത് മാർട്ടിന്റെ വീടും അല്ല, അത് അവന്റെ ഭാര്യയും അല്ല. അത് വേറൊരു പെണ്ണാണ്. നമ്മുടെ മാർട്ടിന് ഭാര്യ അറിയാതെ മറ്റൊരു ബന്ധമുണ്ട്. ഇടയ്ക്കിടെ ഈ സ്ത്രീയുടെ വീട്ടിൽ വരാറുണ്ട്. അതുപോലെയാണ് ഇപ്പോഴും വന്നിരിക്കുന്നത്. എന്നാൽ നമ്മുടെ കോൾ ഇപ്പോഴും ആ പെൺകുട്ടി മരിച്ച കേസിന്റെ പുറകെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മരിച്ച പെൺകുട്ടി ഒരു വേശ്യയായതുകൊണ്ട് മറ്റൊരു വേശ്യയെ കണ്ട് നിങ്ങളെപ്പോലെയുള്ളവർ എവിടെയാണ് താമസിക്കുന്നതെന്ന് ചോദിച്ച് ആ വിലാസവും സംഘടിപ്പിക്കുന്നു. അടുത്ത ദിവസം മാർട്ടിൻ തന്റെ രഹസ്യബന്ധത്തിലുള്ള സ്ത്രീയുടെ വീട്ടിൽ നിന്ന് നേരെ ജോലിക്ക് വരുന്നു. ഉടനെ നമ്മുടെ കോൾ, എന്താടോ തന്റെ ഭാര്യ വളരെ മോശമാണെന്ന് തോന്നുന്നല്ലോ എന്ന് പറയുന്നു. ഇത് കേട്ടതും മാർട്ടിന് ദേഷ്യം വരുന്നു. അവന്റെ കോളറിലും പിടിച്ച് എന്റെ ഭാര്യയെക്കുറിച്ച് എന്താടാ പറഞ്ഞത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ കോള് പറയുന്നു, അയ്യോ,
ഞാൻ നിങ്ങളുടെ യഥാർത്ഥ ഭാര്യയെക്കുറിച്ചല്ല പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾ ആരുടെ വീട്ടിൽ നിന്നാണോ വരുന്നത് അവളെക്കുറിച്ചാണ് പറഞ്ഞത്. ഇതെങ്ങനെ അവൻ കണ്ടെത്തിയെന്ന് മാർട്ടിന് മനസ്സിലാവുന്നില്ല. അപ്പോൾ കോള് പറയുന്നു, അതിന്റെ കാരണം നിങ്ങൾ വീട്ടിൽ പോയി വരുമ്പോൾ വേറെ വസ്ത്രം ധരിച്ചാണ് വരാറുള്ളത്. ഇന്നലെ ഇട്ട അതേ വസ്ത്രം തന്നെയാണ് ഇന്നും ഇട്ടുകൊണ്ട് വന്നാൽ നീ നിന്റെ വീട്ടിൽ പോയിട്ടില്ല എന്ന അർത്ഥം. പോരാത്തതിന് നിന്റെ ദേഹത്ത് പെണ്ണുങ്ങൾ ഉപയോഗിക്കുന്ന പെർഫ്യൂമിന്റെ മണമുണ്ട്. ഇത് വെച്ചാണ് നീ ഒരു സ്ത്രീയുമായി രഹസ്യബന്ധത്തിലാണെന്നും അവളുടെ വീട്ടിൽ നിന്നാണ് വരുന്നതെന്നും ഞാൻ കണ്ടുപിടിച്ചത് എന്ന് കോള് പറഞ്ഞപ്പോൾ മാർട്ടിൻ ആകെ ഞെട്ടിപ്പോയി. പിന്നെ രണ്ടുപേരും കൂടി കോൾ ആ വേശ്യയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ വിലാസത്തിലേക്ക് പോകുന്നു. പക്ഷേ വഴി ശരിക്കും മനസ്സിലായില്ല. അപ്പോൾ അവിടെ അടുത്ത് ഒരു വർക്ക്ഷോപ്പ് കണ്ടു. അങ്ങനെ അവിടെയുള്ളവരോട് വഴി ചോദിച്ചപ്പോൾ അവർക്ക് വഴി അറിയാമായിരുന്നു. പക്ഷെ അവർ മനഃപൂർവ്വം പറഞ്ഞില്ല. അത് മനസ്സിലാക്കിയ കോൾ മാർട്ടിനോട് കാറിൽ തന്നെ ഇരിക്കാൻ പറഞ്ഞിട്ട് കോട്ടൂരി വെച്ച് അകത്ത് കയറി അവിടെ ഉണ്ടായിരുന്നവരെ നന്നായി പെരുമാറുന്നു. അങ്ങനെ വേദന സഹിക്കാൻ വയ്യാതെ അവർ ആ അഡ്രസ്സ് ശരിയായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവർ ആ അഡ്രസ്സിലേക്ക് ചെന്നപ്പോൾ അവിടെ വേശ്യാവൃത്തി ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ടായിരുന്നു. അവരോട് മരിച്ചുപോയ ആ പെൺകുട്ടിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. അതിലൊരു പെൺകുട്ടി പറഞ്ഞു, അവളെപ്പോഴും ഏതോ ഒരു പള്ളിയിൽ പോകുന്നുവെന്നാണ് പറയാറുള്ളത്. മരിക്കും മുമ്പും അവൾ പള്ളിയിൽ പോകുന്നുവെന്ന് പറഞ്ഞാണ് പോയത്. പിന്നെ തിരിച്ചു വന്നില്ല. പക്ഷെ അവളുടെ ഒരു ബാഗ് ഇവിടെയുണ്ട് എന്ന് പറഞ്ഞ് ആ ബാഗ് എടുത്തു കൊടുക്കുന്നു. അതിൽ മരിച്ചുപോയ പെൺകുട്ടിയുടെ ഒരു ഡയറി ഉണ്ടായിരുന്നു. ആ ഡയറിയിൽ കാര്യമായ വിവരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ യെല്ലോ കിങ് എന്നൊരു വാക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ എഴുതിയിരുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഈ കേസ് അങ്ങനെ പോവുകയാണ്. മാർട്ടിൻ ഇടയ്ക്കിടയ്ക്ക് തന്റെ കുടുംബത്തോട് സമയം ചെലവഴിക്കാനായി ഭാര്യയും മക്കളെയും കൂട്ടി ഭാര്യയുടെ അച്ഛനമ്മമാരുടെ വീട്ടിലേക്ക് പോകുമായിരുന്നു. പക്ഷെ മാർട്ടിന് തന്റെ ഭാര്യ പിതാവിനെ അത്ര ഇഷ്ടമല്ലായിരുന്നു. അദ്ദേഹം വളരെ പരിഹാസത്തോടെയാണ് സംസാരിച്ചിരുന്നത്. ഇത് കാരണം വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം അവനും ഭാര്യയും തമ്മിൽ വഴക്കുണ്ടാകുന്നു. അപ്പോൾ മാർട്ടിൻ തന്റെ മക്കളെ നോക്കുന്നു. അവർ പാവകളെ വെച്ച് കളിക്കുമായിരുന്നു. അതും ഒരു പെൺപാവയുടെ വസ്ത്രങ്ങളെല്ലാം അഴിച്ച് താഴെയിട്ടിരിക്കുന്നു. അതിനു ചുറ്റും ആൺപാവകളെ വെച്ചിരിക്കുന്നു. താൻ അന്വേഷിക്കുന്ന കേസിന് സമാനമായ രീതിയിലായിരുന്നു കുട്ടികളുടെ കളി. ഇത് കാണുന്ന മാർട്ടിൻ ഒരു വല്ലാത്ത അവസ്ഥയായി. ഇവിടെ മാർട്ടിൻ തന്റെ കുടുംബത്തോടൊപ്പം ആയിരിക്കുമ്പോൾ നമ്മുടെ കോൾ ഈ കേസിന്റെ കാര്യവുമായി എല്ലാവരോടും മരിച്ചുപോയ പെൺകുട്ടിയെക്കുറിച്ച് അന്വേഷിക്കുകയായിരുന്നു. ആ പള്ളി അന്വേഷിച്ച് നടക്കുന്നുണ്ട്. പക്ഷേ ഒരു തുമ്പും കിട്ടിയില്ല. നമ്മുടെ കോളിനും മാർട്ടിനും മുകളിൽ ഒരു മേലുദ്യോഗസ്ഥനുണ്ട്. അദ്ദേഹം ഇവരെ നന്നായി വഴക്ക് പറയുന്നു. എത്രയും പെട്ടെന്ന് ആ കേസ് തീർക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അവർക്ക് മരിച്ചുപോയ ആ പെൺകുട്ടിയുടെ ബാഗിൽ ഡയറി മാത്രമല്ല ഒരു നോട്ടീസും കിട്ടുന്നുണ്ട്. ഒരു പള്ളിയുടെ നോട്ടീസ് പോലെ. ഒരുപക്ഷെ ആ പെൺകുട്ടി പള്ളിയിലായിരിക്കുമോ പോയിരുന്നത് എന്ന് കരുതി ആ നോട്ടീസിലുള്ള വിലാസത്തിലേക്ക് പോകാൻ തുടങ്ങുന്നു. അവിടെ ചെന്ന് നോക്കിയപ്പോൾ ആ പള്ളി ആകെ തകർന്നു കിടക്കുമായിരുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ ഒരു തീപിടുത്തത്തിൽ കത്തി നശിച്ചതുപോലെ. ഇപ്പോൾ അവിടെ ആരുമില്ല. ആരുമില്ലാത്ത പള്ളിയിലേക്ക് എന്തിനാണ് ആ പെൺകുട്ടി എപ്പോഴും വന്നിരുന്നത് എന്ന് ചിന്തിച്ച് അവർ ആ പള്ളി തിരയാൻ തുടങ്ങുന്നു. അപ്പോഴാണ് ചുമരിൽ ഒരു സ്ത്രീ വസ്ത്രമില്ലാതെ തലയിൽ മാനിന്റെ കൊമ്പുമായി നിൽക്കുന്നത് പോലെ വരച്ചു വെച്ചിരിക്കുന്നത് കണ്ടത്. ഇതുപോലെയായിരുന്നു ആ പെൺകുട്ടിയും മരിച്ചു കിടന്നിരുന്നത്. അപ്പോൾ നമ്മൾ ശരിയായ വഴിയിൽ തന്നെയാണ് പോകുന്നതെന്ന് കോളിനും മാർട്ടിനും മനസ്സിലാവുന്നു. ഉടനെ ഫോറൻസിക് ടീമിനെ വരുത്തി ആ സ്ഥലം മുഴുവൻ പരിശോധിക്കാൻ തുടങ്ങുന്നു. പക്ഷേ കാര്യമായൊന്നും കിട്ടിയില്ല. അവർക്ക് കിട്ടിയ ഒരേ ഒരു തുമ്പ് ആ ചിത്രം മാത്രമായിരുന്നു. ഈ പള്ളി ആരുടേതാണെന്ന് അന്വേഷിച്ചപ്പോൾ അതൊരു പാസ്റ്ററുടേതാണെന്ന് മനസ്സിലായി. ഈ പള്ളി കത്തി നശിച്ചതിന് ശേഷം അദ്ദേഹം ടെന്റുകൾ കെട്ടി ഓരോ ഗ്രാമത്തിലും പോയി യേശുവിനെക്കുറിച്ച് പ്രസംഗിക്കുകയാണ്. അങ്ങനെ ഒരിടത്ത് അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ മീറ്റിംഗ് കഴിഞ്ഞതിനു ശേഷം നമ്മുടെ കോളും മാർട്ടിന് പോയി ഈ മരിച്ചുപോയ പെൺകുട്ടിയെക്കുറിച്ച് ആ പാസ്റ്ററോട് തിരക്കുന്നു. അദ്ദേഹത്തിന് ആ പെൺകുട്ടി അറിയാമായിരുന്നു. ഒരുപാട് തവണ ഞങ്ങളുടെ പള്ളിയിൽ വന്നിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ കഴിഞ്ഞ 6 മാസമായി ആ പെൺകുട്ടിയെ കണ്ടിട്ടില്ലെന്നും പറയുന്നു. എന്നാലും കോൾ അവിടെയുണ്ടായിരുന്ന എല്ലാവരെയും ചോദ്യം ചെയ്യുന്നു. അല്പം തടിച്ച ഓട്ടിസം ബാധിച്ച ഒരാളുണ്ടായിരുന്നു. അയാളെയും ചോദ്യം ചെയ്തു. കാര്യമായി തുമ്പൊന്നും കിട്ടിയില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലായി. 6 മാസം മുമ്പ് മരിച്ചുപോയ ആ പെൺകുട്ടി ഇവിടെ വന്നപ്പോൾ കൂടെ അവളുടെ കാമുകനെന്ന് പറഞ്ഞ് ഒരാളും കൂടെ വന്നിരുന്നു. ആ കാമുകൻ നല്ല ഉയരമുള്ള, വായുടെ അടുത്ത് ഭയങ്കരമായൊരു മുറിപ്പാടുള്ള ആളായിരുന്നു. അയാളെ കാണാൻ തന്നെ പേടിയാകുമായിരുന്നു. അങ്ങനെ അവർക്ക് അത്രയും വിവരങ്ങൾ കിട്ടി. മരിച്ചുപോയ ആ പെൺകുട്ടിയുടെ പേര് ശരിക്കും ഡോറ എന്നായിരുന്നു. ആ ഡോറയ്ക്ക് ഒരു കാമുകനുണ്ടായിരുന്നു. ആ കാമുകനെ കണ്ടുപിടിക്കണമെന്ന് അവർ തീരുമാനിക്കുന്നു. കോളിന് ഒഴിവു സമയം കിട്ടുമ്പോഴൊക്കെ മാർട്ടിന്റെ വീട്ടിലേക്ക് വരുമായിരുന്നു. കാരണം അവന് സ്വന്തമെന്ന് പറയാൻ ആരുമില്ലാത്തതുകൊണ്ട് തന്നെ മാർട്ടിന്റെ ഫാമിലിയുമായി നല്ല അടുപ്പത്തിലായിരുന്നു കോളും. അങ്ങനെ കോൾ വീട്ടിൽ വന്ന് ഭാര്യയോടും കുട്ടികളോടൊക്കെ സംസാരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം കോൾ മാർട്ടിന്റെ വീട്ടിൽ വന്ന് അവരോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ
മാർട്ടിൻ വീട്ടിലേക്ക് വന്നു. അദ്ദേഹത്തിന് ദേഷ്യം വന്നു. താനില്ലാത്ത സമയത്ത് നീ എന്തിനാണ് എൻ്റെ വീട്ടിൽ വരുന്നതെന്ന് ചോദിച്ച് കോളിനെ വഴക്ക് പറഞ്ഞു. കോൾ അവിടെ നിന്ന് പോയതിനു ശേഷം മാർട്ടിൻ തൻ്റെ ഭാര്യയെ വഴക്ക് പറയുന്നു. പക്ഷെ ഭാര്യ തിരിച്ചു ചോദിക്കുന്നു, നിങ്ങളുടെ പങ്കാളിയായ ആ കോളും നിങ്ങളും ഒരേ കേസിലാണല്ലോ. അദ്ദേഹം ഫ്രീ ആണ്. പക്ഷേ നിങ്ങൾ മാത്രം എങ്ങനെയാണ് എപ്പോഴും ജോലിയെന്ന് പറഞ്ഞ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് സംശയത്തോടെ ചോദിക്കുന്നു. അപ്പോൾ മാർട്ടിന്റെ വേറെ പെണ്ണുമായുള്ള ആ കള്ളക്കളി വൈഫ് കണ്ടുപിടിക്കുമോ എന്ന് മാർട്ടിൻ ഭയപ്പെടുന്നു. മാർട്ടിൻ നൈസായി അവളോട് സ്നേഹമുള്ളതുപോലെ വൈഫിന്റെ അടുത്ത് അഭിനയിച്ചു തകർക്കുന്നു. അതേസമയം കോൾ താനിപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസ് പോലെ വേറെ ഏതെങ്കിലും കേസ് ഡിപ്പാർട്ട്മെന്റിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് പഴയ ഫയലെല്ലാം നോക്കി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മാർട്ടിനും മാർട്ടിന്റെ ഭാര്യ കോളിനെ ഒരു ക്ലബിലേക്ക് ക്ഷണിക്കുന്നു. മാർട്ടിനും ഭാര്യയും ഭാര്യയുടെ സുഹൃത്തും പിന്നെ നമ്മുടെ കോളും. കോള് തനിച്ചല്ലേ, അവനൊരു പെൺകുട്ടിയെ ശരിയാക്കി കൊടുക്കണമെന്ന് മാർട്ടിന്റെ ഭാര്യ വിചാരിച്ചു. അങ്ങനെ അവർ ആ ക്ലബിൽ സമയം ചെലവഴിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ മാർട്ടിനൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. തന്റെ രഹസ്യബന്ധത്തിലുള്ള ആ സ്ത്രീ അതേ ക്ലബിൽ വെച്ച് മറ്റൊരാളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അത് കണ്ടയുടനെ അദ്ദേഹത്തിന് ദേഷ്യം വരുന്നു. പതുക്കെ ആ സ്ത്രീയുടെ അടുത്തേക്ക് ചെന്നിട്ട്, ആരാണവൻ? അവനുമായിട്ടാണോ നീ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൾ പറയുന്നു, നിന്റെ കല്യാണം കഴിഞ്ഞതാണ്, നിനക്ക് കുടുംബവുമുണ്ട്, നിനക്ക് അവരോടൊപ്പം കഴിയാം. പക്ഷേ ഞാൻ നിന്നെ മാത്രം എപ്പോഴും ഓർത്തിരിക്കണമെന്നുണ്ടോ? ഇങ്ങോട്ട് നോക്ക്, അവനാണ് എൻ്റെ കാമുകൻ, ഇനി എൻ്റെ പുറകെ വരരുത് എന്ന് പറയുന്നു. മാർട്ടിൻ ആ ക്ലബിൽ വെച്ച് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം ഭാര്യ കൂടെ ഉണ്ടല്ലോ. അതുകൊണ്ട് പാർട്ടി കഴിഞ്ഞ് ഭാര്യയെ വീട്ടിൽ വിട്ടിട്ട് നേരെ ആ സ്ത്രീയുടെ വീട്ടിലേക്ക് പോയി വാതിൽ തുറന്നകത്ത് കയറി അവളുടെ ലവറെ ശരിക്കും തല്ലിച്ചതയ്ക്കുന്നു. അതിനുശേഷം വീണ്ടും അന്വേഷണത്തിലേക്ക്. കോൾ ഇപ്പോൾ നടന്ന കൊലപാതകം പോലെ വേറെ വല്ലതും നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ സമാനമായ രീതിയിൽ ഒന്ന് കണ്ടെത്തുന്നു. ഒരു പുഴയരികിൽ രക്തം കണ്ടതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിൽ ഒരു പെൺകുട്ടിയുടെ മൃതദേഹം പുഴയിൽ നിന്ന് പുറത്തെടുത്തിരുന്നു. ഉടനെ നമ്മുടെ മാർട്ടിൻ, ഇങ്ങോട്ട് നോക്ക്, ആ പെൺകുട്ടി വെള്ളത്തിൽ മുങ്ങി മരിച്ചതാണ്, ഇതൊരു അപകടമാണ്, കൊലപാതകമല്ല എന്ന് പറയുന്നു. അപ്പോൾ കോള് പറയുന്നു, ആ പെൺകുട്ടിയുടെ ശരീരത്തിലെ മുറിവുകൾ നോക്കൂ, വെള്ളത്തിൽ വീണ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെയുള്ള പരിക്കുകൾ വരാൻ സാധ്യതയില്ല. അതുകൂടാതെ മരിക്കുന്നതിന് മുമ്പ് ആ പെൺകുട്ടി വലിയ അളവിൽ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ രീതികളും കൃത്യമായി ചേരുന്നുണ്ട്. അതുകൊണ്ട് ഈ പെൺകുട്ടിയെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കണമെന്ന് പറഞ്ഞ് വെള്ളത്തിൽ മുങ്ങി മരിച്ച ആ പെൺകുട്ടിയുടെ മുത്തച്ഛനെ ചോദ്യം ചെയ്യുന്നു. അദ്ദേഹം ഒരു മീൻപിടുത്തക്കാരനാണ്. അദ്ദേഹം പറയുന്നു, എൻ്റെ പേരക്കുട്ടി ഏതോ ഒരു തൻ്റെ കൂടെ ഓടിപ്പോയി, അവളെക്കുറിച്ച് സംസാരിക്കാൻ പോലും എനിക്ക് താല്പര്യമില്ല എന്ന്. ശരി, നിങ്ങളുടെ പേരക്കുട്ടി ആരുടെ കൂടെയാണ് ഓടിപ്പോയത്? ആരാണ് ആ വ്യക്തി എന്ന് ചോദിച്ചപ്പോൾ അവൻ്റെ പേര് റഗ്ഗി, അത്രമാത്രമേ എനിക്കറിയൂ എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ ആ റഗ്ഗിയുടെ പ്രൊഫൈൽ ഡിപ്പാർട്ട്മെന്റിൽ തിരയുമ്പോൾ അയാൾ ഇതിനകം ഒരു ബലാത്സംഗ കേസിൽ ജയിൽ ചാടിയതാണെന്നും ഇപ്പോൾ ഒളിവിൽ കഴിയുകയാണെന്നും മനസ്സിലാകുന്നു. അതുകൊണ്ട് തീർച്ചയായും ആ റഗ്ഗിയാണ് ഈ കൊലപാതകങ്ങളെല്ലാം ചെയ്തതെന്ന് കരുതി അവർ റഗ്ഗിയെ തിരയാൻ തുടങ്ങുന്നു. അവർ തിരിഞ്ഞുകൊണ്ടിരുന്ന ആ റഗ്ഗി ഒരിടത്തു നിന്ന് പുറത്തേക്ക് വരുന്നതാണ് കാണിക്കുന്നത്. മുഖത്ത് ഗ്ലാസ് മാസ്കും ധരിച്ചിട്ടുണ്ട്. ഈ റഗ്ഗിയാണ് അവർ കണ്ടെത്തേണ്ടത്. റഗ്ഗി നേരത്തെ ജയിലിലായിരുന്നല്ലോ. റഗ്ഗിയുമായി ബന്ധമുണ്ടായിരുന്ന ഒരാളും ജയിലിലുണ്ടായിരുന്നു. അയാളെ പിടിച്ച് ചോദ്യം ചെയ്യുന്നു. അയാളിലൂടെയാണ് റഗ്ഗിയുടെ യഥാർത്ഥ ബിസിനസ് ലഹരിമരുന്ന് നിർമ്മാണമാണെന്ന് അറിയുന്നത്. പക്ഷേ റഗ്ഗിയെക്കുറിച്ച് ഇയാൾക്ക് അധിക കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. എന്നാൽ റഗ്ഗിയുമായി ബന്ധമുള്ള ഒരാൾ പുറത്തുണ്ട്. അവൻ്റെ പേര് ടൈറൺ. അവന് റഗ്ഗിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാമെന്ന് പറഞ്ഞപ്പോൾ വേഗം അയാളെ കാണാൻ പോകുന്നു. എന്നാൽ ആ സമയം നമ്മുടെ മാർട്ടിന് കോടതിയിൽ ഒരു കേസ് വരുന്നുണ്ട്. തൻ്റെ രഹസ്യബന്ധത്തിലുള്ള സ്ത്രീയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറിയതിന് അവർ കേസ് കൊടുത്തിരിക്കുന്നു. എന്നാൽ മാർട്ടിൻ കഥ മാറ്റി പറയുന്നു. ആ വീട്ടിൽ ലഹരിമരുന്നുണ്ടെന്ന വിവരം കിട്ടി, അതുകൊണ്ടാണ് വീട്ടിൽ പോയി സെർച്ച് ചെയ്തതെന്നും അതിനിടയിൽ അവർ രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോഴാണ് ബലം പ്രയോഗിക്കേണ്ടി വന്നതെന്നും പറയുന്നു. അതുകൊണ്ട് തന്നെ കേസ് കൊടുത്ത ആ സ്ത്രീയുടെ മേൽ തന്നെ കേസ് തിരിയുകയും അവർക്ക് പിഴ അടയ്ക്കേണ്ടി വരികയും ചെയ്യുന്നു. അതോടെ അവർ മാർട്ടിനെ വന്ന് നന്നായി ചീത്ത പറയുന്നു. എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുന്നു. അങ്ങനെ ഈ പ്രശ്നം തീർത്തിട്ട് മാർട്ടിനും കോളും ആ ടൈറിനെ തിരയാൻ തുടങ്ങുന്നു. എന്നാൽ അയാൾ ഒളിവിലാണെന്ന് മനസ്സിലാവുന്നുണ്ട്. ടൈറിന്റെ അമ്മയോട് ചോദിച്ചപ്പോൾ അവർ പറയുന്നു, എൻ്റെ മകനെ കണ്ടിട്ട് ഒരുപാട് നാളായി, പക്ഷെ അവൻ ഒരു പെൺകുട്ടിയുടെ കൂടെ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയെയും പോയി ചോദ്യം ചെയ്യുന്നു. ആ പെൺകുട്ടി പറയുന്നു, ഞാൻ ടൈറിനുമായി ബ്രേക്കപ്പ് ചെയ്തു, എനിക്കവനും ഇപ്പോൾ യാതൊരു ബന്ധവുമില്ല എന്ന്. ആ റഗ്ഗി ചില ക്ലബ്ബുകളിലാണ് ലഹരിമരുന്ന് വിറ്റിരുന്നത്. ആ ക്ലബ്ബിൽ പോയി ചോദിച്ചപ്പോൾ, അതെ സർ, അവൻ മോശക്കാരനാണെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു, പെൺകുട്ടികൾക്കൊക്കെ ലഹരിമരുന്ന് കൊടുക്കുമായിരുന്നു. പക്ഷേ ആ കാര്യം മനസ്സിലാക്കിയ ഉടൻ തന്നെ അവൻ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടു. ഇപ്പോഴും അവൻ അവൻ്റെ കാമുകിയുടെ കൂടെയാണ് കറങ്ങി നടക്കുന്നത് എന്നവർ പറയുന്നു.
എന്നാൽ ആ പെൺകുട്ടി ബ്രേക്കപ്പ് ചെയ്തു എന്നാണല്ലോ മാർട്ടിനോടും കോളിനോടും പറഞ്ഞത്. അതുകൊണ്ട് ആ പെൺകുട്ടിയെ പിന്തുടരാൻ അവർ തീരുമാനിക്കുന്നു. അതിനു മുമ്പ് മാർട്ടിൻ തന്റെ വീട്ടിലേക്ക് പോകുന്നു. ചെന്നു നോക്കുമ്പോൾ വീട്ടിൽ ഭാര്യയും കുട്ടിയും കാണാനില്ല. ഒരു കത്ത് മാത്രമേ ഉള്ളൂ. അത് വായിച്ച് ഞെട്ടിപ്പോയ അയാൾ തന്റെ രഹസ്യബന്ധത്തിലുള്ള സ്ത്രീ അവിടെ വന്നിരിക്കുന്നു. കോടതിയിൽ കഥ മാറ്റി പറഞ്ഞ് ആ സ്ത്രീക്ക് പിഴ അടപ്പിച്ചതിന് പ്രതികാരമായി ആ സ്ത്രീ മാർട്ടിന്റെ ഭാര്യയുടെ അടുത്ത് ചെന്ന് നിന്റെ ഭർത്താവ് എന്റെ കൂടെയായിരുന്നു എന്ന് എല്ലാ സത്യങ്ങളും പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് മാർട്ടിന്റെ ഭാര്യ ദേഷ്യപ്പെട്ട് കുട്ടികളെയും കൂട്ടി അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. മാർട്ടിന് തന്റെ ഭാര്യയെ കാണണമായിരുന്നു. പക്ഷേ അതിനു മുമ്പ് കേസ് തീർക്കാനുണ്ട്. അങ്ങനെ അവർ ടൈറിന്റെ കാമുകിയെ പിന്തുടരാൻ തുടങ്ങുന്നു. അങ്ങനെ അവളെ പിന്തുടർന്ന് ആ ടൈറിനെയും കണ്ടുപിടിക്കുന്നുണ്ട്. ഒടുക്കം അവനെ തല്ലിച്ചതച്ച് റെഗ്ഗിയെക്കുറിച്ച് അന്വേഷിക്കുന്നു. അപ്പോൾ അവൻ പറയുന്നു, എനിക്ക് അവൻ എവിടെയാണെന്ന് കറക്റ്റായിട്ട് അറിയില്ല, പക്ഷേ അവനിപ്പോൾ ഡ്രഗ് സപ്ലൈ ചെയ്യുന്നത് ഒരു വലിയ ഗ്യാങ്ങിനാണ്. ചിലപ്പോൾ അവർക്ക് അവനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയാൻ സാധിക്കുമെന്ന് അവൻ പറയുന്നു. അങ്ങനെയിരിക്കെ മാർട്ടിൻ പിണങ്ങിപ്പോയ തന്റെ ഭാര്യയെ കാണാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട്. അതിനായി നേരെ തന്റെ ഭാര്യ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകുന്നു. പക്ഷേ അവളൊന്നും സംസാരിക്കാൻ പോലും തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ അവിടെ കിടന്ന് പ്രശ്നമുണ്ടാക്കുന്നു. അവസാനം അവിടെ പോലീസ് വരുന്നുണ്ട്. ഇതറിഞ്ഞ് കോൾ അങ്ങോട്ടേക്ക് വന്ന് അവനെ സമാധാനിപ്പിച്ച് അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഇപ്പോൾ രണ്ടുപേരും ഏകദേശം ഒരേ അവസ്ഥയിലായിരിക്കുന്നു. കോളിനും ഇപ്പോൾ ആരുമില്ല, മാർട്ടിനും ആരുമില്ല. അങ്ങനെ അവർ രണ്ടുപേരും ഈ കേസിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങുന്നു. ആ റെഗി ഒരു മെയിൻ ഗ്യാങ്ങിനാണ് ലഹരിമരുന്ന് സപ്ലൈ ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മുടെ കോള് പറയുന്നത് ആ ഗ്യാങ്ങിലാണ് താൻ അണ്ടർ കവറായി ജോലി ചെയ്തിരുന്നതെന്ന്. ഇന്നുവരെ ഞാനൊരു പോലീസുകാരനാണെന്ന് ആ ഗ്യാങ്ങിലുള്ളവർക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ആ ഗ്യാങ്ങിനുള്ളിൽ പോയി റെഗിയെ കണ്ടുപിടിക്കാമെന്ന് അവൻ പറയുന്നു. അങ്ങനെ കോൾ ആ ഗ്യാങ്ങിന്റെ അടുത്ത് പോയി കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. ഇയാൾ നേരത്തെ ആ ഗ്യാങ്ങിലെ അംഗമായിരുന്നതുകൊണ്ട് ആർക്കും ഒരു സംശയവും തോന്നിയില്ല. ആ ഗ്യാങ്ങിൽ ഒരു താടിക്കാരനായ നേതാവുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് നമ്മുടെ കോള് പറയുന്നു, എനിക്കൊരു നല്ല ബയ്യറെ കിട്ടിയിട്ടുണ്ട്. കുറച്ചധികം ഡ്രഗ് സപ്ലൈ ചെയ്യേണ്ടി വരും. നിങ്ങളുടെ ഗ്യാങ്ങിന് ഡ്രഗ് സപ്ലൈ ചെയ്യുന്ന ആളെ നാളെ എനിക്ക് കൂടി ഒന്ന് പരിചയപ്പെടുത്തി തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഓ യെസ്, അതിനെന്താണ്, തീർച്ചയായും പരിചയപ്പെടുത്തി തരാം. പക്ഷെ അതിനു മുമ്പ് ഇന്ന് നമുക്കൊരു ജോലിയുണ്ട്. അത് തീർക്കാൻ നീയും എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞ് കോളിനെ കൂട്ടിക്കൊണ്ടു പോകുന്നു. കോളിന് വേറെ വഴിയില്ലായിരുന്നു. ആ ഗ്യാങ്ങിനോടൊപ്പം ആ ജോലി ചെയ്യാൻ പോകുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ വേറൊരു ഗ്യാങ് ഉണ്ട്. അവരുടെ കയ്യിൽ ധാരാളം ഡ്രഗ് വന്ന് പെട്ടിട്ടുണ്ട്. അധിപന്മാർ പോയി അടിച്ചു മാറ്റാൻ വേണ്ടി പോലീസ് വേഷത്തിലാണ് അവർ പോകുന്നത്. പക്ഷേ ആ ഗ്യാങ്ങിന് മനസ്സിലാവുന്നു വന്നിരിക്കുന്നത് വ്യാജ പോലീസാണെന്ന്. അതുകൊണ്ട് അവർ തമ്മിൽ വലിയൊരു സംഘട്ടനം ഉണ്ടാകുന്നു. അങ്ങനെ ഒരു ഗ്യാങ് വാർ തന്നെ ആരംഭിക്കുന്നു. അപ്പോൾ കോൾ ഇങ്ങനെ പോയാൽ ശരിയാവില്ലെന്ന് കരുതി ആ താടിക്കാരനായ നേതാവിനെ മാത്രം അവിടെ നിന്നും പൊക്കുന്നു. എന്നിട്ട് മാർട്ടിനെയും അവിടെ വരുത്തിച്ച് അവനെയും കൊണ്ട് കാറിൽ കയറി രക്ഷപ്പെടുന്നു. ആ താടിക്കാരനെ റെഗ്ഗിയെക്കുറിച്ച് അറിയാമായിരിക്കും. അതുകൊണ്ട് അയാളിലൂടെ അന്വേഷിക്കാമെന്ന് കരുതിയാണ് കൂട്ടിക്കൊണ്ടുവരുന്നത്. അയാളെ തല്ലിച്ചതച്ച് ചോദ്യം ചെയ്യുന്നു. അങ്ങനെ അവസാനം താടിക്കാരനെയും കൊണ്ട് കോൾ റെഗ്ഗിയുടെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. എന്നാൽ അവിടെ റെഗ്ഗി ഉണ്ടായിരുന്നില്ല. അവിടെ റെഗ്ഗിയുടെ ഒരു അസിസ്റ്റന്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ താടിക്കാരൻ നമ്മുടെ കോളിനെ പരിചയപ്പെടുത്തുന്നു. ഇയാൾക്കും ഒരുപാട് ലഹരി മരുന്ന് വേണം, റെഗ്ഗിയെ കാണണമെന്ന് പറഞ്ഞപ്പോൾ ആ അസിസ്റ്റന്റിന് ഒരു സംശയം തോന്നുന്നു. കാരണം ആ താടിക്കാരൻ സാധാരണ ഇങ്ങനെ പെരുമാറാറില്ല. എന്തോ ഒരു പന്തികേടുണ്ടെന്ന് മനസ്സിലാക്കി ആ അസിസ്റ്റന്റ് അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് ആ മീറ്റിംഗ് അവസാനിപ്പിച്ച് വേഗം തന്നെ അവിടെ നിന്നും പോകാൻ ശ്രമിക്കുന്നു. നമ്മുടെ കോൾ മറ്റൊരു വഴിക്കും പോകുന്നു. എന്നാൽ ആ അസിസ്റ്റന്റിനെ മാർട്ടിൻ പിന്തുടരാൻ തുടങ്ങുന്നു. അങ്ങനെ പിന്തുടർന്ന് ഒരിടത്തെത്തുന്നു. കാട്ടിനുള്ളിലുള്ള ഒരിടം. കോളിനും വിവരം കൊടുത്തപ്പോൾ അദ്ദേഹവും അവിടേക്ക് വരുന്നു. ആ സ്ഥലം മുഴുവൻ ഒരുപാട് കെണികൾ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതോടെ കഥ പ്രസന്റ് ടൈമിലേക്ക് വരുന്നു. ഇപ്പോൾ നടന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ കോൾ ആ ഉദ്യോഗസ്ഥരോട് വിവരിക്കുകയാണ്. ഞങ്ങൾ പതുക്കെ അകത്തേക്ക് കയറാമെന്നാണ് വിചാരിച്ചതെന്ന് കോള് പറയുന്നു. പക്ഷെ അതിനുള്ളിൽ റെഗ്ഗിയുടെ ആളുകൾ ഞങ്ങളെ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കരമായൊരു വെടിവെപ്പ് അവിടെ നടന്നു. ഞങ്ങളുടെ ജീവൻ തന്നെ പോകുമായിരുന്നു. പക്ഷെ ഒരു വിധത്തിൽ ഞങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് അദ്ദേഹം പറയുന്നു. കോള് പറഞ്ഞതുപോലെ തന്നെയാണ് മാർട്ടിനും കൃത്യമായി ആ രംഗം വിവരിച്ച് ആ ഉദ്യോഗസ്ഥരോട് പറയുന്നത്. എന്നാൽ സത്യത്തിൽ എന്താണ് നടന്നതെന്നാൽ അവിടെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അവർ പതുക്കെ അവിടെ ചെന്ന് ആ റെഗ്ഗിയെ പിടികൂടി, അത്രയുള്ളൂ. ആ റെഗ്ഗിയുടെ സ്ഥലം മാർട്ടിൻ പരിശോധിക്കുമ്പോൾ ഒരു കണ്ടെയ്നർ പോലെ എന്തോന്ന് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അത് തുറന്നു നോക്കിയ മാർട്ടിൻ അതിനുള്ളിലെ കാഴ്ച കണ്ട് അവന് ഭയങ്കര ദേഷ്യം വരുന്നു. ആ ദേഷ്യത്തിൽ അവൻ നേരെ അടുത്ത് വന്ന് അവന്റെ തലയ്ക്ക് തന്നെ ഒരു വെടിവെക്കുന്നു. ഇത് കണ്ട് പേടിച്ചോടിയ റെഗ്ഗിയുടെ അസിസ്റ്റന്റ് അവർ തന്നെ സെറ്റ് ചെയ്ത ബോംബിന്റെ ട്രാപ്പിൽപ്പെട്ട് അവന്റെ ശരീരം പൊട്ടിത്തെറിച്ച് ഛിന്നഭിന്നമാകുന്നു. ആ സ്ഥലത്ത് റെഗ്ഗിയും അവന്റെ അസിസ്റ്റന്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ ആരുമില്ലായിരുന്നു. മാർട്ടിൻ റെഗ്ഗിയെ വെടിവെച്ച് കൊന്നിരിക്കുന്നു. ഡിപ്പാർട്ട്മെന്റ് ലോ അനുസരിച്ച് ഇത് വളരെ വലിയൊരു തെറ്റായിരുന്നു.
അവനെ പിടിച്ച് കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. അതുകൊണ്ട് കോൾ, നീ വിഷമിക്കേണ്ടെന്ന് പറഞ്ഞ് റെഗിയുടെ തോക്കെടുത്ത് തലങ്ങും വിലങ്ങും വെടിവെക്കാൻ തുടങ്ങുന്നു. ഒരു വെടിവെപ്പ് നടന്നതുപോലെ ഒരു രംഗം സൃഷ്ടിച്ചു. ആ വെടിവെപ്പിൽ ജീവൻ രക്ഷിക്കാനാണ് റെഗിയെ വെടിവെച്ചതെന്ന് പറഞ്ഞ് അവർ ആ കേസ് മാറ്റി സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ചോദ്യം ചെയ്തപ്പോഴും രണ്ടുപേരും ഭയങ്കരമായ വെടിവെപ്പ് നടന്നുവെന്ന് അവർ കള്ളം പറഞ്ഞത്. മാർട്ടിൻ ആ കണ്ടെയ്നറിൽ കണ്ടത് 2 കുട്ടികളെയായിരുന്നു. ആ റെഗി കുട്ടികളെ പീഡിപ്പിക്കുകയായിരുന്നു. അവർ ആ കുട്ടികളെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒരുവിധം ആ കേസ് ക്ലോസ് ആയി. അങ്ങനെ കൊലപാതകങ്ങൾ ചെയ്ത ആ റെഗിയും മരണപ്പെട്ടിരിക്കുന്നു. ഡിപ്പാർട്ട്മെന്റ് അവർ രണ്ടുപേരെയും അഭിനന്ദിച്ചു. വർഷങ്ങൾ കടന്നുപോയി. മാർട്ടിൻ ഒരു വിധത്തിൽ തന്റെ ഭാര്യയുമായി വീണ്ടും ഒന്നിച്ചു. കോൾ വേറൊരു കേസിന്റെ പുറകെയായിരുന്നു. ആ കേസിൽ കുറ്റവാളിയെ അറസ്റ്റ് ചെയ്തു. പക്ഷേ അയാൾ കുറ്റം സമ്മതിച്ചില്ല. കോൾ അയാളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ തടവുകാരൻ പറഞ്ഞു, ദയവായി എന്നെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷിക്കൂ. രക്ഷിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളോടൊരു രഹസ്യം പറയാം. എന്ത് രഹസ്യമാണ് നീ പറയാൻ പോകുന്നത് എന്ന് കോൾ അവനോട് ചോദിച്ചു. അയാൾ പറഞ്ഞു, 1995 നിങ്ങൾ അന്വേഷിച്ച ഒരു കേസിലെ വിചിത്രമായ ഒരു രീതിയിൽ സ്ത്രീകളെ നഗ്നമായി കെട്ടിയിട്ടിട്ട് കൊന്ന കേസ്. ആ പെണ്ണുങ്ങളെ കൊന്ന കൊലയാളി ആരാണെന്ന് എനിക്കറിയാം എന്നയാൾ പറഞ്ഞു. കോളിനൊന്നും മനസ്സിലായില്ല. എടാ, ആ കൊലയാളിയെ ഞങ്ങൾ ഞങ്ങളുടെ കൈകൊണ്ട് തന്നെ തീർത്തതാണ്. അവൻ എപ്പോഴേ മരിച്ചുപോയി എന്ന് കോള് പറയുന്നു. ഉടനെ ആ തടവുകാരൻ, സർ, നിങ്ങൾ തെറ്റായ ആളെയാണ് കൊന്നത്. ആ കൊലയെല്ലാം ചെയ്തവൻ പുറത്ത് കറങ്ങി നടപ്പുണ്ട്. അവന്റെ പേര് പോലും എനിക്കറിയാമെന്ന് പറഞ്ഞ് യെല്ലോ കിങ് എന്ന വാക്ക് പറയുന്നു. ഇതേ വാക്കാണ് മരിച്ചുപോയ ആ പെൺകുട്ടിയുടെ ഡയറിയിലും ഉണ്ടായിരുന്നത്. ഇത് കേട്ടയുടനെ കോളിനൊരു അപകടം മണക്കുന്നു. ഉടനെ മാർട്ടിനോട് വിവരം പറഞ്ഞ് രണ്ടുപേരും ആ തടവുകാരനെ കാണാൻ ജയിലിലേക്ക് പോകുന്നു. മാർട്ടിൻ പറയുന്നു, എനിക്ക് തോന്നുന്നു അവൻ കള്ളം പറയുകയാണെന്ന്. ഒരുപക്ഷെ ആ കൊലയാളി ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതേ രീതിയിലുള്ള കൊലപാതകങ്ങൾ ഇനിയും നടന്നേനെ. പക്ഷെ അങ്ങനെയൊന്നും നടന്നില്ലല്ലോ. അപ്പോൾ കോള് പറയുന്നു, നടന്നില്ലെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒരുപക്ഷെ നമ്മൾ അറിയാതെ പോയതാണെങ്കിലോ എന്നൊരു സംശയത്തോടെ നേരെ ജയിലിലേക്ക് പോകുന്നു. അവിടെ എത്തിയപ്പോൾ അവർ ഞെട്ടിപ്പോയി. ആ തടവുകാരൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. മരിക്കുന്നതിന് മുമ്പ് ആ തടവുകാരൻ ആരോടോ ഫോണിൽ സംസാരിച്ചിരുന്നു. ആ ഫോൺ കോൾ ട്രേസ് ചെയ്തപ്പോൾ അത് CCTV ക്യാമറ ഒന്നുമില്ലാത്ത ഒരു പബ്ലിക് ഫോൺ ബൂത്തിൽ നിന്നായിരുന്നു. ആരോ ഒരാൾ ഇവിടെ നിന്ന് ആ തടവുകാരനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു. ആ ഭയം കാരണം അയാൾ ജീവനൊടുക്കിയിരിക്കുന്നു. അതോടെ ആ കേസ് അവർ അവസാനിപ്പിച്ചു. അതിനുശേഷം അവർ അതിലിടപെട്ടിട്ടില്ല. കഥ വീണ്ടും പ്രസന്റിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ആ വന്ന ഡിറ്റക്റ്റീവുകൾ കോളിനോട് ചോദിക്കുന്നു, സർ, നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് നേരത്തെ അറിയാം. പക്ഷേ ഇപ്പോൾ 2012 ഒരു പെൺകുട്ടി മരിച്ചില്ലേ? ആ പെൺകുട്ടി മരിച്ച സ്ഥലത്തും അന്വേഷണം നടക്കുന്ന സ്ഥലത്തുമെല്ലാം നിങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങൾ എന്തിനാണ് അവിടെയെല്ലാം വരേണ്ട ആവശ്യം? അതുകൂടാതെ ആ ഡോറയുടെ കേസ് കഴിഞ്ഞതിന് ശേഷം ഇന്നുവരെ നിങ്ങൾ എന്തു ചെയ്യുകയായിരുന്നു എന്നതിനൊരു രേഖയുമില്ല. നിങ്ങളുടെ വീട് പരിശോധിക്കാനും നിങ്ങൾ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ മേലാണ് സംശയമെന്ന് പറഞ്ഞ് ആ ഡിറ്റക്റ്റീവ്സ് നമ്മുടെ കോളിനെ സംശയത്തോടെ നോക്കുന്നു. ഈ കാര്യം മാർട്ടിനോടും പറയുന്നു. കോളാണ് എല്ലാ കൊലപാതകങ്ങളും ചെയ്തതെന്ന്. എന്നാൽ മാർട്ടിൻ അത് വിശ്വസിക്കുന്നില്ല. ഒന്ന് നന്നായി ആലോചിച്ചു നോക്കൂ. 1995 ആ പെൺകുട്ടിയുടെ കേസ് നിങ്ങൾ അന്വേഷിക്കുമ്പോൾ എല്ലാ തുമ്പുകളും കണ്ടെത്തിയത് കോളാണ്. കാരണം കോള് കൃത്യമായി പ്ലാൻ ചെയ്ത് മറ്റൊരാളെ കുടുക്കിയതാണ് എന്ന് പറഞ്ഞപ്പോൾ മാർട്ടിനും ഒരു സംശയം തോന്നുന്നു. അങ്ങനെ കഥ വീണ്ടും ഭൂതകാലത്തിലേക്ക് പോകുന്നു. നമ്മുടെ കോൾ ഒരു വീട്ടിനുള്ളിലുണ്ട്. ആ വീട്ടിനുള്ളിൽ മരത്തിന്റെ വേരുകൾ കൊണ്ടുള്ള ആ വിചിത്രമായ വസ്തു, ഡോറ എന്ന പെൺകുട്ടി മരിച്ചു കിടന്ന സ്ഥലത്തുണ്ടായിരുന്ന അതേ വസ്തു ആ വീട്ടിനുള്ളിലുമുണ്ട്. അത് അയാൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കൊലപാതകങ്ങൾക്ക് നമ്മുടെ കോളുമായി ബന്ധമുണ്ടോ ഇല്ലയോ എന്ന് വഴിയെ നമുക്ക് മനസ്സിലാവും. ആ തടവുകാരൻ കോളിനോട് പറഞ്ഞിരുന്നല്ലോ, യെല്ലോ കിങ് എന്നൊരാളുണ്ടെന്ന്. അവനാണ് യഥാർത്ഥ കൊലയാളിയെന്ന്. ആ യെല്ലോ കിങ് ആരാണെന്ന് കണ്ടുപിടിക്കണം. ആ കൊലയാളി ജീവനോടെ ഉണ്ടെങ്കിൽ അവൻ ചെയ്യുന്ന കൊലപാതകങ്ങൾ പുറംലോകം അറിയേണ്ടതല്ലേ? പക്ഷേ ആരും അറിയാത്ത രീതിയിൽ ആ കൊലയാളി എല്ലാം കൃത്യമായി ആസൂത്രണം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് കോൾ കാണാതായവരുടെ ലിസ്റ്റ് എടുത്ത് അവരെ കണ്ടുപിടിക്കാനുള്ള ജോലിയിൽ ഏർപ്പെടുന്നു. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാകുന്നത്. ഒരു പ്രത്യേക സ്കൂളിൽ ചേർന്ന ഒരുപാട് ചെറിയ കുട്ടികളെ കാണാതായിട്ടുണ്ടെന്ന്. അതുകൂടാതെ 1995 ആ റെഗിയുടെ സ്ഥലത്ത് നിന്ന് 2 കുട്ടികളെ കണ്ടുപിടിച്ചിരുന്നല്ലോ. അതിലൊരു പെൺകുട്ടിക്ക് മാനസികമായി ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട്. അവളൊരു മാനസികാരോഗ്യ ആശുപത്രിയിലാണ്. ആ പെൺകുട്ടിയുടെ അടുത്ത് പോയിട്ട് നമ്മുടെ കോൾ വിവരങ്ങൾ ശേഖരിക്കുന്നു. ആ റെഗിയും അവന്റെ അസിസ്റ്റന്റുമല്ലാതെ വേറെ ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ആ പെൺകുട്ടി മുഖത്ത് മുറിപ്പാടുള്ള ഒരു വ്യക്തി വളരെ മോശക്കാരനാണെന്ന് പറഞ്ഞ് പേടിച്ച് കരയാൻ തുടങ്ങുന്നു. മരിച്ചുപോയ ഡോറ എന്ന പെൺകുട്ടിക്ക് ഒരു കാമുകനുണ്ടായിരുന്നല്ലോ.
അയാളുടെ മുഖത്ത് മുറിപ്പാടുണ്ടായിരുന്നു. കാണാൻ തന്നെ പേടിയാകുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ? അങ്ങനെയെങ്കിൽ അയാൾ തന്നെയാണ് യഥാർത്ഥ കൊലയാളി. റഗ്ഗി അയാളുടെ കീഴിലുള്ള ഒരാൾ മാത്രമായിരിക്കാം. ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കണമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കോളിനും മാർട്ടിനും അവരുടെ ഉയർന്ന അധികാരിയെ കാര്യങ്ങൾ ധരിപ്പിക്കുന്നു. പക്ഷേ അവസാനിച്ചൊരു കേസ് എന്തിനാണ് വീണ്ടും കുത്തിപ്പൊക്കുന്നത് എന്ന് പറഞ്ഞ് അയാൾ അവരെ വഴക്കു പറയുന്നു. എന്നാൽ കോൾ അതൊന്നും കാര്യമാക്കുന്നില്ല. ഒരു പ്രത്യേക സ്കൂളിൽ നിന്ന് ഒരുപാട് കുട്ടികളെ കാണാതായിട്ടുണ്ടല്ലോ. ആ സ്കൂളിന്റെ ഉടമയോട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആ സ്കൂളിൽ നിന്ന് കാര്യമായ ലാഭമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങളത് അടച്ചുപൂട്ടി എന്ന് പറയുന്നു. എന്നാൽ ആ സ്കൂൾ തുറന്നിരുന്ന സമയത്ത് ഒരുപാട് പേരെ കാണാതായിട്ടുണ്ട്. ഈ സ്കൂളിന്റെ ഉടമ വലിയ ആളായതുകൊണ്ട് പെട്ടെന്ന് അവിടെ ചെന്ന് അന്വേഷിക്കാൻ കഴിയില്ല. ശരി, ഓക്കെ എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് മടങ്ങിപ്പോരുന്നു. ഈ വിവരം വീണ്ടും ആ മേലുദ്യോഗസ്ഥൻ അറിയാനിടയായപ്പോൾ അദ്ദേഹം നന്നായി അവരെ വഴക്കു പറയുന്നുണ്ട്. ഈ സമയത്ത് മാർട്ടിന്റെ ഭാര്യ തിരികെ മാർട്ടിന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയിരുന്നു. എന്നാൽ മാർട്ടിന്റെ ഫോണിൽ ഒരു സ്ത്രീയുടെ ഫോട്ടോ കണ്ടപ്പോൾ അവർക്ക് വീണ്ടും ദേഷ്യം വരുന്നു. വീണ്ടും ഇയാൾക്ക് ആരോടോ രഹസ്യബന്ധമുണ്ടെന്ന് കരുതി മാർട്ടിനോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി അവർ നേരെ നമ്മുടെ കോളിന്റെ അടുത്തേക്ക് വരുന്നു. കോളിനോട് അടുത്ത് ഇടപഴകാൻ തുടങ്ങുന്നു. തിരികെ വീട്ടിൽ വന്നിട്ട് ഈ കാര്യം മാർട്ടിനോട് പറഞ്ഞപ്പോൾ മാർട്ടിന് ദേഷ്യം വരുന്നു. ഓഫീസിൽ അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ പോലും കഴിയുന്നില്ല. അവിടെ കോളിനെ കണ്ടിട്ട് രണ്ടുപേരും ഭയങ്കരമായി വഴക്കാവുന്നു. വീണ്ടും ആ മേലുദ്യോഗസ്ഥൻ വന്ന് എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് വളരെ വ്യക്തിപരമായ കാര്യമായതുകൊണ്ട് അവർ അതിനെക്കുറിച്ച് അയാളോട് പറയുന്നില്ല. എന്നാൽ കോൾ എനിക്കിനി ജോലി വേണ്ട എന്ന് പറഞ്ഞ് രാജിവെച്ച് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. ആ സമയം തന്നെ മാർട്ടിന്റെ ഭാര്യ അദ്ദേഹത്തെ ഡൈവോഴ്സ് ചെയ്യുന്നു. മാർട്ടിൻ ജോലിയിൽ തന്നെ തുടരുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഡിറ്റക്റ്റീവ് വന്ന് ഇവർ രണ്ടുപേരെയും വെവ്വേറെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചോദ്യം ചെയ്യലെല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ മാർട്ടിനെ വിട്ടയച്ചു. ഇപ്പോൾ പ്രസന്റ് ഡേയിൽ മാർട്ടിൻ കാർ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ പിന്നിൽ നിന്ന് നമ്മുടെ കോള് വരുന്നു. കോളിനെ കണ്ട് മാർട്ടിൻ കാറ് നിർത്തുന്നുണ്ട്. കോളും വണ്ടി സൈഡാക്കുന്നു. കോൾ മാർട്ടിന്റെ അടുത്തേക്ക് വന്നിട്ട് കണ്ടിട്ട് ഒരുപാട് വർഷമായല്ലോ, വാ നമുക്ക് ഒരുമിച്ച് പോയി ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് കോൾ മാർട്ടിനെ ക്ഷണിക്കുന്നു. മാർട്ടിനും ഓക്കെ എന്ന് പറയുന്നു. ഇത്രയും വർഷങ്ങൾക്കിടയിൽ അവർക്കിടയിലുണ്ടായിരുന്ന വഴക്കെല്ലാം അവർ മറന്നിരിക്കുന്നു. ഒരുമിച്ച് ഒരേ കാറിൽ അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. ഒരു ബാറിൽ പോയി ഇരിക്കുകയാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷം കാണുകയാണല്ലോ. രണ്ടുപേരും സംസാരിക്കാൻ തുടങ്ങുന്നു. അപ്പോഴാണ് മാർട്ടിൻ കോളിനോട് പറയുന്നത്, ഡിറ്റക്റ്റീവ് ചോദ്യം ചെയ്യുമ്പോൾ നീയായിരിക്കുമോ ഈ കൊലപാതകങ്ങളെല്ലാം ചെയ്തതെന്ന് അവർക്ക് സംശയമുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് നന്നായി അറിയാം നീ ഇത് ചെയ്തിട്ടില്ലെന്ന്. പക്ഷേ ജോലി വിട്ടു പോയതിനു ശേഷം നീ എന്ത് ചെയ്യുമായിരുന്നു? താടിയും മീശയൊക്കെ വെച്ച് ആകെ മാറിയിരിക്കുന്നല്ലോ എന്ന് മാർട്ടിൻ പറയുന്നു. ഒന്നും പറയാതെ കോളും മാർട്ടിനെ അവന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. വീടിനുള്ളിൽ കയറി നോക്കിയപ്പോൾ വീട് മുഴുവൻ ആ യെല്ലോ കിങ് എന്ന വ്യക്തിയെക്കുറിച്ചുള്ള വിവരങ്ങളും കേസ് ഫയലുകളുമായിരുന്നു. അപ്പോൾ ഇത്രയും വർഷമായി നമ്മുടെ കോൾ ആ യെല്ലോ കിങ് എന്ന കൊലയാളിയെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് സമയം ചെലവഴിച്ചിരുന്നത് എന്ന് മാർട്ടിന് മനസ്സിലാവുന്നു. എന്നാൽ ഇത് കണ്ട മാർട്ടിൻ പറയുന്നു, ഇത്രയും വർഷം നിന്റെ ജീവിതം നീ പാഴാക്കിയല്ലോ. ഇങ്ങോട്ട് നോക്ക്, യെല്ലോ കിങ് എന്ന് പറയുന്ന ആരുമില്ല. കോൾ നീ പറഞ്ഞാൽ മനസ്സിലാക്ക് എന്ന് മാർട്ടിൻ പറയുന്നു. അപ്പോൾ കോള് പറയുന്നുണ്ട്, നിനക്കാണ് മനസ്സിലാവാത്തത് മാർട്ടിൻ. ഒരു സ്കൂൾ, ആ സ്കൂളിന് ചുറ്റുമുള്ള ആ സ്കൂളിൽ പഠിക്കുന്ന ഇതുപോലുള്ള ചെറിയ കുട്ടികളെയാണ് കാണാതായിരിക്കുന്നത്. ആ കൊലപാതകങ്ങളെല്ലാം ചെയ്തത് യെല്ലോ കിങ് ആണ്. അതുകൂടാതെ ആ സ്കൂളിന്റെ ഉടമയ്ക്കും ഇതിൽ പങ്കുണ്ടെന്ന് പറയുന്നു. ഉടനെ മാർട്ടിൻ പറയുന്നു, നീ പറയുന്ന ആൾ ആ സ്കൂളിന്റെ ഉടമ. അയാൾക്ക് അസുഖം ബാധിച്ച് മരിക്കാറായ അവസ്ഥയിലാണ്. ആരോ അദ്ദേഹത്തിന് ഉയർന്ന ഡോസിൽ ലഹരിമരുന്ന് കൊടുത്തിട്ടുണ്ട്. അത് നീയാണോ കോൾ എന്ന് ചോദിക്കുന്നു. അത് ഞാനല്ല, അത് ചെയ്തത് ഞാനല്ല. പക്ഷേ ആ സ്കൂൾ ഉടമ മരിക്കണം. നീ തന്നെ ഇതൊന്ന് കാണ് എന്ന് പറഞ്ഞ് ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നു. ചെറിയ പെൺകുട്ടികളെ ആ സ്കൂൾ ഉടമയും അയാളുടെ ആളുകളും ചേർന്ന് ക്രൂരമായി പീഡിപ്പിച്ച് കൊല്ലുകയായിരുന്നു. ആ കാഴ്ച നമ്മുടെ മാർട്ടിന് കാണാൻ പോലും കഴിഞ്ഞില്ല. ഉടനെ അവനത് സ്വിച്ച് ഓഫ് ചെയ്യുന്നു. അപ്പോഴാണ് കോള് പറഞ്ഞത്, ഒരുപക്ഷെ ശരിയായിരിക്കാമെന്നും ആ കൊലയാളി പുറത്ത് കറങ്ങി നടക്കുന്നുണ്ടാവാമെന്നും നമ്മൾക്ക് തെറ്റുപറ്റിയെന്നും അവൻ പറയുന്നു. കോളിനെ സഹായിക്കാൻ വേണ്ടി മാർട്ടിനും കൂടെ ചേർന്നു. അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം രണ്ടുപേരും ചേർന്ന് വീണ്ടും അതേ കേസ് കുത്തിപ്പൊക്കാൻ തുടങ്ങുന്നു. ആദ്യം മുഖത്ത് മുറിപ്പാടുള്ള ആ യെല്ലോ കിങ്ങിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കണം. അവൻ കൊന്ന റഗ്ഗി എന്നൊരാളുണ്ടായിരുന്നല്ലോ, അയാളുടെ ഒരു പരിചയക്കാരനെ കണ്ട് ഇതുപോലെ മുഖത്ത് മുറിപ്പാടുള്ള ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. റഗ്ഗിയുടെ കൂടെ ഒരാൾ വരാറുണ്ടായിരുന്നു. അവനെ കാണാൻ തന്നെ പേടിയാകുമായിരുന്നു എന്നയാൾ പറഞ്ഞു. അടുത്തതായി ആ സ്കൂൾ ഉടമയുടെ വീട്ടിൽ ഒരുപാട് വർഷമായി ജോലി ചെയ്തിരുന്ന ഒരു വേലക്കാരിയോട് പോയി വിവരങ്ങൾ ചോദിക്കുന്നു. അവരും മുഖത്ത് മുറിപ്പാടുള്ള ഒരാൾ വരാറുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്.
അതുകൂടാതെ മരത്തിന്റെ വേരുകൊണ്ടുള്ള ആ വിചിത്രമായ വസ്തുവിന്റെ ഫോട്ടോ കാണിച്ചപ്പോൾ തന്നെ അവർ ഭയപ്പെടാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ മുറിപ്പാടുള്ള ഒരാളുണ്ടെന്ന സത്യം തന്നെയാണ്. ഒരുപക്ഷെ അയാൾ ആ സ്കൂളിൽ ജോലി ചെയ്യുന്ന ഒരു ടീച്ചറായിരിക്കാം, അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന ആരെങ്കിലും ആയിരിക്കാമെന്ന് അവർ ചിന്തിക്കുന്നു. അതുകൂടാതെ അവരുടെ ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരു പോലീസ് ഓഫീസർ മുൻപ് ഈ സ്കൂളിൽ ജോലി ചെയ്തിരുന്ന ആളാണ്. അതുകൊണ്ട് മാർട്ടിൻ ആ പോലീസ് ഓഫീസറുടെ അടുത്തേക്ക് കോളിന്റെ പേര് പറഞ്ഞു ചെന്ന് പതുക്കി സംസാരിച്ച് ആ സ്കൂളിനെ കുറിച്ചുള്ള വിവരങ്ങൾ ചോർത്തിയെടുക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ആ പോലീസ് ഓഫീസർ വളരെ വ്യക്തമായി ആ സ്കൂളിനെ കുറിച്ച് ഒന്നും പറയാതെ ഒഴിഞ്ഞുമാറി. അപ്പോൾ ആ പോലീസ് ഓഫീസർക്ക് എന്തോ ഒരു രഹസ്യം അറിയാം. അതുകൊണ്ടാണ് അയാൾ ഒന്നും വിട്ടു പറയാത്തതെന്ന് ഇവർക്ക് മനസ്സിലാവുന്നു. അതിനുശേഷം നമ്മുടെ കോളും മാർട്ടിനും ഒരുമിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ കോള് ചോദിക്കുന്നു, "അല്ല മാർട്ടിൻ, നീ എന്തിനാണ് ജോലി വിട്ടത്?" എന്ന് ചോദിച്ചപ്പോൾ മാർട്ടിൻ പറയുന്നു, "ഒരു കേസിന്റെ കാര്യമായി പോയപ്പോൾ ഒരു കുട്ടിയെ മൈക്രോവേവ് ഓവനിൽ വെച്ച് കൊന്ന ഒരു കേസ് വന്നു. ആ കുട്ടിയുടെ ശരീരം കണ്ടയുടനെ ഈ ജോലി തന്നെ വേണ്ടെന്ന് വെച്ചു" എന്ന് അവൻ പറയുന്നു. അടുത്ത ദിവസം വീണ്ടും ഒരു പോലീസുകാരനെ നമ്മുടെ മാർട്ടിൻ പോയി കാണുന്നു. അപ്പോൾ ആ പോലീസുകാരൻ പറയുന്നുണ്ട്, "ഇങ്ങോട്ട് നോക്കൂ മാർട്ടിൻ, നീ ആ സ്കൂളിനെ കുറിച്ചാണ് എന്തോ ചോദിക്കാൻ വരുന്നതെന്ന് എനിക്കറിയാം. ദയവ് ചെയ്ത് അതിനെക്കുറിച്ച് ഒന്നും ചോദിക്കരുത്. എനിക്കൊന്നും പറയാൻ കഴിയില്ല" എന്ന് പറഞ്ഞപ്പോൾ, "ഞാനൊന്നും ചോദിക്കുന്നില്ല സാർ, എൻ്റെ സുഹൃത്തിനാണ് എന്തോ ചോദിക്കാനുള്ളത്" എന്ന് പറഞ്ഞ ഉടനെ കയ്യിൽ തോക്കുമായി നമ്മുടെ കോൾ അവിടേക്ക് വരുന്നു. ആ പോലീസിനെ പിടികൂടി. ആ സമയം തന്നെ നമ്മുടെ മാർട്ടിനെയും കോളിനെയും ചോദ്യം ചെയ്ത 2 ഡിറ്റക്റ്റീവ് ഉണ്ടല്ലോ, അവരും എല്ലാ കോണിൽ നിന്നും അന്വേഷിക്കണമെന്ന് കരുതി മാർട്ടിനും കോളും പറഞ്ഞത് കേട്ട് ആ സ്കൂളിന് ചുറ്റും തിരയാൻ തുടങ്ങിയിരുന്നു. എന്നാൽ അവിടെ സംശയിക്കത്തക്കതായി ഒന്നുമില്ലായിരുന്നു. അങ്ങോട്ടേക്കുള്ള വഴി വളരെ മോശമായിരുന്നു. തിരികെ പുറത്തേക്ക് പോകാനുള്ള വഴി പോലും അവർ മറന്നുപോയിരുന്നു. ഭാഗ്യത്തിന് അവിടെ ഒരു ജോലിക്കാരനുണ്ടായിരുന്നു. അയാളോട് വഴി ചോദിച്ച് അവർ ആ സ്ഥലത്ത് നിന്ന് പുറത്തു കടക്കുന്നു. ആ സമയം നമ്മുടെ കോളും മാർട്ടിനും ഒരു പോലീസ് ഓഫീസറെ പിടിച്ചുകൊണ്ടുവന്നിരുന്നല്ലോ, ആ പോലീസ് ഓഫീസറെ ആ വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് കണ്ട് അദ്ദേഹത്തിന്റെ മനസ്സ് തകർന്നു പോകുന്നു. കാരണം ആ സ്കൂളിൽ നിന്ന് കാണാതായ പെൺകുട്ടിയുടെ കേസ് ഈ പോലീസുകാരനായിരുന്നു അന്വേഷിച്ചിരുന്നത്. അയാൾ ആ കേസ് കാര്യമായി അന്വേഷിക്കാതെ ക്ലോസ് ചെയ്തിരുന്നു. എന്നാൽ ആ കാണാതായ പെൺകുട്ടിയാണ് ഈ വീഡിയോയിൽ പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് കണ്ടയുടനെ ആ പോലീസുകാരൻ വിഷമത്തോടെ പറയുന്നു, "ഇങ്ങോട്ട് നോക്കൂ, ഞാൻ മനഃപൂർവ്വം അത് ക്ലോസ് ചെയ്തതല്ല. മേലുദ്യോഗസ്ഥർ സമ്മർദ്ദം ചെലുത്തി, അതുകൊണ്ടാണ്. വേറെ വഴിയൊന്നുമില്ലാതെ ക്ലോസ് ചെയ്തത്. അതുകൂടാതെ ഈ വീഡിയോയിലുള്ളവരെല്ലാം വലിയ വലിയ ആളുകളാണ്. നമുക്ക് തൊടാൻ പോലും കഴിയില്ല" എന്നും അയാൾ പറയുന്നു. എന്നാൽ കോളിനും മാർട്ടിനും എങ്ങനെയെങ്കിലും മുഖത്തും മുറിപ്പാടുള്ള ആ വ്യക്തിയെ കണ്ടുപിടിക്കണമായിരുന്നു. അങ്ങനെ എല്ലാ കോണിൽ നിന്നും അന്വേഷിക്കുമ്പോഴാണ് മരിച്ചുപോയ ഡോറ എന്ന പെൺകുട്ടിയുടെ വീടായാലും ഇവർ വെടിവെച്ചു കൊന്ന റെഗിയുടെ വീടായാലും ഒരേ രീതിയിലുള്ള പെയിന്റിംഗ് ആണെന്നും അതും അടുത്തിടെയാണ് പെയിന്റ് ചെയ്തതെന്നും മനസ്സിലാകുന്നത്. അതുകൊണ്ട് ആ പെയിന്ററെ പിന്തുടരാമെന്ന് കരുതി അതേ ടൗണിലുള്ള മറ്റൊരു വീട്ടിലേക്ക് പോകുന്നു. ആ വീടും അതേ രീതിയിൽ പെയിന്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് ആ പെയിന്ററെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിക്കുന്നു. ഒരു പ്രായമായ സ്ത്രീയായിരുന്നു അത്. അവർ പറയുന്നു, "അയ്യോ, ആ പെയിന്റ് അടിക്കുന്ന പയ്യന്മാരെല്ലാം വളരെ നല്ലവരാണ്. അതിലൊരാളുടെ മുഖത്ത് ഒരു മുറിപ്പാടുണ്ട്. അവൻ വളരെ നല്ലവനാണ്" എന്ന് പറഞ്ഞതോടെ ഇവർക്കുറപ്പായി തങ്ങൾ അന്വേഷിക്കുന്ന കൊലയാളി ഒരു പെയിന്റർ ആണെന്ന്. "ഞങ്ങളുടെ വീട് പെയിന്റ് അടിക്കണം. ആ പെയിന്ററുടെ വിലാസം കിട്ടുമോ എന്ന് ചോദിച്ച് അവർ ആ അഡ്രസ്സ് വാങ്ങിച്ചു. അപ്പോഴാണ് ആ കൊലയാളി ആരാണെന്ന കാര്യം വ്യക്തമാകുന്നത്. വഴിതെറ്റിപ്പോയ ആ ഡിറ്റക്റ്റീവ്സിന് വഴി പറഞ്ഞു കൊടുത്ത ഒരാളുണ്ടായിരുന്നല്ലോ, ആ വ്യക്തിയാണ്. അതുകൂടാതെ നമ്മുടെ കോള് തന്നെ ഈ വ്യക്തിയെ കണ്ടിട്ടുണ്ട്. ഒരു പാസ്റ്ററുടെ ആളുകളെയൊക്കെ കോള് ചോദ്യം ചെയ്യുമ്പോൾ ഓട്ടിസം ബാധിച്ചതുപോലെ ഒരാളുണ്ടായിരുന്നല്ലോ, അയാളാണ് യഥാർത്ഥത്തിൽ കൊലയാളി. ആ വ്യക്തി ഇപ്പോൾ അവന്റെ വീട്ടിൽ അച്ഛനെ കെട്ടിയിട്ടിട്ട് അദ്ദേഹത്തെ പീഡിപ്പിച്ചു കൊന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലൊരു സൈക്കോയാണ് ഇയാൾ. ഇയാളുടെ പേര് എറോൾഡ് എന്നാണ്. പക്ഷേ നമ്മൾ കരുതിയിരുന്നത് ഏതോ ഒരു യെല്ലോ കിങ് ആണെന്നല്ലേ. യഥാർത്ഥത്തിൽ ആ യെല്ലോ കിങ് എന്നത് കത്തി നശിച്ച ഒരു പള്ളിയിൽ ഒരു ചിത്രമുണ്ടായിരുന്നല്ലോ, ഒരു പെൺകുട്ടിയുടെ രൂപം പോലെ തലയിൽ മാനിന്റെ കൊമ്പൊക്കെ വെച്ചിട്ട്. ആ രൂപത്തിന്റെ പേരാണ് യെല്ലോ കിങ്. അതൊരു സാത്താനാണ്. ആ സാത്താനെ ആരാധിക്കുന്നവരാണ് ഇവരൊക്കെ. ഈ എറോൾഡ് ആ സ്കൂളിൽ പെയിന്ററായി ജോലി ചെയ്യുകയായിരുന്നു. അങ്ങനെ പെയിന്റ് ചെയ്യുമ്പോഴാണ് അവിടെയുള്ള കുട്ടികളെ കണ്ട് ഓരോ കുട്ടിയെയായി തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചിരുന്നത്. അതുകൂടാതെ ഈ എറോൾഡിന് വലിയ വലിയ ആളുകളുടെ എല്ലാം പിന്തുണയുമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കോളും മാർട്ടിനും എറോൾഡിന്റെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ആ കുട്ടിയുടെ വീഡിയോ ടേപ്പ് പകർത്തി ഒരുപാട് പേരിലേക്ക് എത്തുന്ന രീതിയിൽ തയ്യാറാക്കി വെക്കുന്നു. കാരണം ഒരുപക്ഷെ ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ വീഡിയോ ടേപ്പ് മീഡിയയ്ക്കും പോലീസിനുമൊക്കെ കിട്ടണമല്ലോ, അതിനുവേണ്ടി. അതുകൂടാതെ മാർട്ടിൻ
അവരെ ചോദ്യം ചെയ്ത ആ ഡിറ്റക്റ്റീവിനോടും ഞാനും കോളും ഒരിടത്തേക്ക് പോകുന്നു, ഇനി എങ്ങനെ ഞങ്ങൾ തിരികെ വന്നില്ലെങ്കിൽ ഈ അഡ്രസ്സിലേക്ക് വരണമെന്ന് പറഞ്ഞ് എറോൾഡിന്റെ വിലാസം കൊടുക്കുന്നു. അതിനുശേഷം അവർ ആ വിലാസത്തിലേക്ക് പോകാൻ തുടങ്ങുന്നു. വാതിൽ തുറന്നത് എറോൾഡിന്റെ ഭാര്യയായിരുന്നു. മാർട്ടിൻ വാതിലിനടുത്തും കോൾ പിൻവശത്തുമായി പോയി. എറോൾഡിനെ പിടിക്കാനായിരുന്നു പ്ലാൻ. എന്നാൽ എറോൾഡ് ആ സമയം പിന്നിലെ കാട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് മനസ്സിലാക്കിയപ്പോൾ തോക്കുചൂണ്ടി കീഴടങ്ങാൻ പറഞ്ഞപ്പോൾ എറോൾഡ് കാട്ടിലേക്ക് ഓടി രക്ഷപ്പെടുന്നു. അയാളുടെ പിന്നാലെ കോളും കാട്ടിലുള്ള ഒരു വീട് പോലുള്ള സ്ഥലത്തേക്ക് കയറി. നമ്മുടെ മാർട്ടിൻ എറോൾഡിന്റെ വീടിനുള്ളിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എറോൾഡ് തന്റെ അച്ഛനെ പീഡിപ്പിച്ചു കൊന്നത് കണ്ടതിന് ശേഷം ഇവൻ തന്നെയാണ് ആ സൈക്കോ കൊലയാളിയെന്ന് ഉറപ്പിച്ച് വേഗം കോളിന്റെ അടുത്തേക്ക് വരുന്നു. അപ്പോഴേക്കും കോൾ ആ സൈക്കോയുടെ കയ്യിൽ അകപ്പെട്ടിരുന്നു. സൈക്കോ നമ്മുടെ കോളിന്റെ വയറ്റിൽ കത്തികൊണ്ട് കുത്തി. കോളിനെ നന്നായി അടിച്ചു. അവനെ തീർത്തും അവശനാക്കിയിരുന്നു. ഭാഗ്യത്തിന് മാർട്ടിൻ അവിടേക്ക് ഓടിവന്ന് ആ സൈക്കോയെ വെടിവെക്കുന്നു. എന്നാൽ സൈക്കോ കത്തിയെടുത്ത് ഒരേറ് മാർട്ടിന്റെ നെഞ്ചിൽ തന്നെ കത്തി തറച്ചു. സൈക്കോ നമ്മുടെ മാർട്ടിനെയും കോളിനെയും ഒരുപോലെ നേരിട്ടിരിക്കുന്നു. അങ്ങനെ ആ സൈക്കോ മാർട്ടിനെ കൊല്ലാൻ വരുമ്പോൾ കോള് പിന്നിൽ നിന്ന് തോക്കുകൊണ്ട് വെടിവെക്കുന്നു. ആ സൈക്കോ എറോൾഡിന്റെ തല ചിതറി അയാൾ കൊല്ലപ്പെടുന്നു. നമ്മുടെ മാർട്ടിനും കോളും കത്തിക്കുത്തുകൊണ്ട് അവിടെ മരിക്കാറായ അവസ്ഥയിലായിരുന്നു. കോളിന്റെ നിലയൊക്കെ വളരെ മോശമായിരുന്നു. അപ്പോഴാണ് ദൂരെ ഒരു ഫ്ലയർ ഗൺ കാണുന്നത്. ആ ഡിറ്റക്റ്റീവുകൾ തന്നെയായിരുന്നു വന്നിരുന്നത്. ഇവർ വിലാസം കൊടുത്തിരുന്നല്ലോ. കൃത്യമായി ആ സ്ഥലത്തേക്ക് അവർ എത്തി. അവരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലാക്കി. മാർട്ടിന് അത്രക്കും പ്രശ്നമില്ലായിരുന്നു. പക്ഷേ കോളിപ്പോഴും കോമയിലാണ്. മാർട്ടിനെ കാണാൻ ഭാര്യയും കുട്ടികളൊക്കെ വന്നു. മാർട്ടിന് ഒരുപാട് സന്തോഷമായി. അതിനുശേഷം കോളിനെ പോയി കണ്ടു. കോളും കോമയിൽ നിന്ന് മെല്ലെ കണ്ണു തുറക്കുന്നു. കോളിപ്പോഴും വിഷമത്തിലാണ്. നമ്മൾ ആ സൈക്കോ കൊലയാളിയെ പിടിച്ചു. പക്ഷേ ആ വീഡിയോയിൽ ആ കൊലയാളിയുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റാളുകളെ നമ്മൾ പിടിച്ചില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ മാർട്ടിൻ, ഇങ്ങോട്ട് നോക്ക്, ഈ കൊലയാളിയെ തേടിപ്പോയതുപോലെ ആ ആളുകളെ തേടിപ്പോകാൻ കഴിയില്ല. അവരൊക്കെ നമ്മുടെ സമൂഹത്തിൽ വലിയ വലിയ സ്ഥാനങ്ങളിലുള്ളവരാണ്. ആ വീഡിയോയിൽ അവരെല്ലാവരും മാസ്ക് ധരിച്ചിരുന്നില്ലേ? അതുകൊണ്ട് മുഖമൊന്നും കാണില്ല. എന്നാലും കണ്ടുപിടിക്കാം. പക്ഷേ ആ വലിയ ആളുകൾ അവരുടെ അധികാരം ഉപയോഗിച്ച് എല്ലാത്തിൽ നിന്നും രക്ഷപ്പെടും എന്ന് മാർട്ടിൻ പറഞ്ഞപ്പോൾ കോളിന്റെ മനസ്സും വിഷമിക്കുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ശരീരം പതുക്കെ മെച്ചപ്പെട്ടു തുടങ്ങി. വീൽചെയറിലിരിക്കുന്ന കോളിനെ മാർട്ടിൻ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അപ്പോഴാണ് കോൾ ഒരു കാര്യം പറയുന്നത്. ആ സൈക്കോയെ നമ്മൾ കൊന്നതിന് ശേഷം എൻ്റെ ജീവൻ ഏകദേശം പോയിരുന്നു. അപ്പോൾ എൻ്റെ കണ്ണിൽ മരിച്ചുപോയ എൻ്റെ മകളെ കണ്ടു. ഞാൻ അവളുടെ കൂടെ പോകാൻ പോവുകയാണെന്ന് വിചാരിച്ചു. പക്ഷേ നിങ്ങളെന്നെ രക്ഷിച്ചു. എനിക്കെൻ്റെ മകളെ ഒരുപാട് മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് അയാൾ കരയുന്നു. ഉടനെ മാർട്ടിൻ, ഇങ്ങോട്ട് നോക്ക്, നിന്റെ മകൾ നിന്നെ ഓർത്ത് അഭിമാനിക്കും. കാരണം ആ സൈക്കോ കൊലയാളിയെ കൊന്ന് നിന്റെ മകളെപ്പോലെ എത്രയോ പേരെയാണ് നീ രക്ഷിച്ചതെന്നറിയാമോ എന്ന് പറഞ്ഞ് മാർട്ടിൻ കോളിനെ സമാധാനിപ്പിക്കുന്നു. അതോടൊപ്പം ഈ വീൽചെയറിൽ എത്ര നാളിരിക്കാനാണ്? വാ എന്ന് പറഞ്ഞ് തോളിൽ താങ്ങി കോളിനെ കൂട്ടിക്കൊണ്ട് മാർട്ടിൻ അവിടെ നിന്ന് പോകുന്നു. ഈ സ്ഥലത്ത് വെച്ച് ഈ സീരീസ് അവസാനിക്കുകയാണ്. സോ ഈ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരണേ. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നാളെ നമുക്ക് മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. ബൈ.